ഇക്കാലം അത്രയും എടുത്തു വരുന്ന നിലപാട്, ആ നിലപാടിൽ നിന്ന് ഒരു 2 സെന്റിമീറ്റർ കൂടിയും അതിന്റെ മുന്നിലേക്കാണ് പിണറായിയുടെ പോക്ക്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും സാധാരണക്കാരനായ ഒരു പ്രവർത്തകൻ അടച്ചിട്ട ഹാളിലെ ഇടതുപക്ഷത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മുഖ്യമന്ത്രി ഒരു ചോദ്യം ചോദിച്ചോട്ടെ, മറുപടി നിങ്ങൾ കേട്ടതാണ്, നിങ്ങളുടെ വീട്ടിൽ പോയി ചോദിച്ചു. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കുക എന്നത് തന്നെയാണ് ഈ ഫാസിസ്റ്റ് നേതാക്കന്മാരുടെ ലോക ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും ചോദ്യത്തെ ഇഷ്ടപ്പെടുന്നവരല്ല അവർ. ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ തന്നെ മുൻകൂട്ടി എഴുതി കൊടുത്ത് തയ്യാറാക്കിയ ചോദ്യങ്ങൾ. പിണറായി നടത്തുന്ന പത്രസമ്മേളനങ്ങൾ നിരവധി നമ്മൾ കണ്ടതാണ്. 1 മണിക്കൂറോളം അദ്ദേഹം പ്രസംഗിക്കും. പത്രസമ്മേളനം എന്ന് പറഞ്ഞ പ്രസംഗമാണ് എഴുതി തയ്യാറാക്കി. അതെല്ലാം കഴിഞ്ഞ് 1 മണിക്കൂറാണ് സമയം. 55 മിനിറ്റ് ആകുമ്പോൾ നീ നിങ്ങൾ പറയൂ, ചോദിക്കൂ, 5 മിനിറ്റിൽ തീർത്തോളണം. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ഇഷ്ടപ്പെടാത്തതാണ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ പുള്ളി അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ. ചോദ്യങ്ങളെ ഭയപ്പെടും. അതേ പാതയിൽ ഒരു വ്യത്യാസവുമില്ലാതെയാണ് നിങ്ങളുടെ ബഹുമാനപ്പെട്ട മന്ത്രിയും. ഞാൻ ജനുവരി 3-ാം തീയതി ഇവിടെ വന്നതാണ്. ഏകദേശം 90 ദിവസമായി. ഈ നാടിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഞാൻ പോയി. യഥാർത്ഥത്തിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വഴിക്കടവ് എന്നൊരു പഞ്ചായത്തുണ്ട്. 46,000-ഓളം വോട്ടർമാരുള്ള വലിയ പഞ്ചായത്ത്. ഭൂമിശാസ്ത്രപരമായിട്ട് ആ പഞ്ചായത്തിന്റെ വലിപ്പത്തിൽ കുറവാണ് ഈ ബേപ്പൂർ മണ്ഡലം. എനിക്ക് വളരെ ഈസി ആയിട്ട് പോകാൻ കഴിഞ്ഞു. അതുപോലെ 7 പഞ്ചായത്തുകൾ, ഒരു മുനിസിപ്പാലിറ്റി ഉണ്ട് നിലമ്പൂർ. അപ്പൊ ആ ഭൂവിസ്തൃതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പഞ്ചായത്തിൽ ഭൂവിസ്തൃതിയുള്ള ഈ മണ്ഡലത്തിൽ ഈ നാടിലെ മുക്കിലും മൂലയിലും പോയി ഈ നാട്ടിലെ മുഴുവൻ സമൂഹവുമായി ബന്ധപ്പെട്ട മനുഷ്യരെ, തൊഴിലാളികളെ, വിദ്യാർത്ഥികളെ, വീട്ടമ്മമാരെ, സഹോദരിമാരെ, പ്രവാസികളെ, തെരുവോര കച്ചവടക്കാരെ, വഴിയോര കച്ചവടക്കാരെ, ഓട്ടോറിക്ഷ തൊഴിലാളികളെ, ഊട്ടിപ്പോയ ഫാക്ടറികളിൽ ജോലി നഷ്ടപ്പെട്ട് പട്ടിണി കിടക്കുന്ന കുടുംബങ്ങൾ എല്ലാവരെയും ഞാൻ കണ്ടു. എല്ലാവരുമായി സംസാരിച്ചു. ഇവിടുത്തെ യുവാക്കളുമായി സംസാരിച്ചു. തൊഴിൽ നഷ്ടപ്പെട്ടവരുമായി സംസാരിച്ചു. ഡിഗ്രിയും PGയും എടുത്ത് ഹോട്ടലിൽ ഗ്ലാസ് കഴുകുന്ന ചെറുപ്പക്കാരെ ഈ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിൽ ഞാൻ കണ്ടു. സ്വന്തം നാട്ടിൽ ഗ്ലാസ് കഴുകാൻ കഴിയാത്തതുകൊണ്ട് തൊട്ടടുത്ത പ്രദേശങ്ങളിലെ ഹോട്ടലുകളിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ, PG എടുത്തവർ കണ്ണീരോടുകൂടെ പറയാണ്, നാട്ടുകാരും ചായ കുടിക്കാൻ ഇങ്ങോട്ട് വരാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഈ മണ്ഡലത്തിൽ. ഇതെല്ലാം പഠിച്ചതിന് ശേഷം പത്രമാധ്യമങ്ങളെ വിളിച്ച് ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട മന്ത്രി, എനിക്ക് താങ്കളോടൊന്ന് സംസാരിക്കണം. നമുക്ക് ബേപ്പൂരങ്ങാടിയിൽ 2 മേശക്കപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കാം. താങ്കൾക്ക് കൂടെ കൂട്ടേണ്ടവരെല്ലാവരെയും കൂട്ടാം. താങ്കളുടെ പാർട്ടി ലീഡേഴ്സിനെ, താങ്കളുടെ ഉദ്യോഗസ്ഥന്മാരെ, ഈ നാടിന്റെ ഭരണ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന 2 ഡിപ്പാർട്ട്മെന്റിലുള്ള IAS സെക്രട്ടറിമാരെ ഉൾപ്പെടെ താങ്കൾ അപ്പുറത്തെ താങ്കളെ കൂടെ ഇരുത്തുക. ഞാൻ ഒറ്റക്ക് മതി. നിലമ്പൂരും ബേപ്പൂരുമായി നമുക്കൊന്ന് സംസാരിക്കാം. താങ്കൾ ഇവിടെ എന്താണ് ഈ നാടിന്റെ വികസനമായി ചൂണ്ടിക്കാണിക്കുന്നത്? ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നതിന്റെ അളവുകൾ ഒരു ജനാധിപത്യ രാജ്യത്ത് ആദ്യത്തേത് എന്ന് പറയുന്നത് അവിടുത്തെ ആരോഗ്യമാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ആ നാട്ടിൽ കിട്ടുന്ന കുട്ടികൾക്ക് നമ്മൾ നൽകുന്ന വിദ്യാഭ്യാസമാണ്. മൂന്നാമത്തേത് എന്ന് പറയുന്നത് വീടും കുടിവെള്ളവുമാണ്. അഞ്ചാമത്തേത് എന്ന് പറയുന്നത് തൊഴിലാണ്. ഇതിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഇതാണ് ഈ മണ്ഡലത്തിന്റെ അളവുകൾ. ഓരോന്നോരോന്നായി നമ്മൾ പരിശോധിക്കാം. ഇന്ന് വരെ ഉത്തരം നൽകിയിട്ടില്ല, ആ വഴിക്ക് വന്നിട്ടില്ല. നിരവധിയായ പത്രമാധ്യമക്കാർ ഈ പത്രസമ്മേളനത്തിന് ശേഷം അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഒരു ചോദ്യത്തിനും അതിന് ഞാൻ ഉത്തരം പറയാൻ തയ്യാറില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ലാതെ ഇന്ന് വരെ ഞാൻ ഉയർത്തിയ ചോദ്യങ്ങൾ നിലമ്പൂരിലെ ചോദ്യങ്ങളല്ല. അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഈ നാട്ടിലെ പച്ച മനുഷ്യരുടെ ജീവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ട് താലൂക്ക് ആശുപത്രിയിൽ നമ്മുടെ സഹോദരിമാർക്ക് പ്രസവിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഇന്ന് വരെ അദ്ദേഹം ഉത്തരം നൽകിയിട്ടില്ല. ഫറോക്ക് PWD റെസ്റ്റ് ഹൗസ്
4 ബെഡ്റൂമുള്ള റെസ്റ്റ് ഹൗസ് 4.5 കോടി രൂപക്ക് ചെലവഴിച്ച് റിനോവേറ്റ് ചെയ്ത് കൊട്ടാരമാക്കി എന്ന് ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം തന്നെ അടിച്ചിറക്കി. വീടായ വീടുകളിൽ മുഴുവൻ അദ്ദേഹത്തിന്റെ ഈ നാട്ടിലെ പ്രവർത്തനങ്ങളായി വികസനമായി കാണിച്ച് നിങ്ങളുടെ മുന്നിലെത്തിച്ച പത്രത്തിന്റെ 2-ാം പേജിലെ 4-ാമത്തെ ഖണ്ഡികയിൽ ഫറൂഖ് PWD റെസ്റ്റ് ഹൗസിന്റെ പുതുക്കിപ്പണിതിന്റെ ഫോട്ടോ കൊടുത്ത് അഭിമാനകരമായി അതിന്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നു 4.5 കോടി രൂപ ചെലവഴിച്ച് പുതുക്കിപ്പണിത PWD റെസ്റ്റ് ഹൗസ്. ഈ പറയുന്ന മാറാടും കടലുണ്ടിയിലും സബ് സെന്ററുകൾ, ഹെൽത്ത് സബ് സെന്ററുകൾ പൂട്ടിക്കിടക്കുമ്പോൾ, പുതിയ കെട്ടിടം പണമില്ലാതിരിക്കുമ്പോൾ, അംഗനവാടികൾക്ക് വാടക കെട്ടിടത്തിലും കടകളുടെ സായിപ്പിന്റെ പിന്നിലും പ്രവർത്തിക്കുമ്പോൾ പുതിയ കെട്ടിടത്തിന് പണമില്ല എന്ന് പറഞ്ഞ മന്ത്രി ഈ 4.5 കോടി രൂപ എങ്ങനെയാണ് താങ്കൾ ചെലവഴിച്ചത് എന്ന ചോദ്യത്തിന് ഇന്നുവരെ ഉത്തരവുണ്ടായിട്ടില്ല. താലൂക്ക് ആശുപത്രിയിലെ ചോദ്യത്തിന് ഉത്തരവില്ല. 1000-ത്തിലധികം കിഡ്നി പേഷ്യൻസ് ഉണ്ട് ഈ നിയോജക മണ്ഡലത്തിൽ. ഇന്ന് വരെ ഒരു സർവേ പോലും ഇദ്ദേഹം നടത്തിയതായിട്ട് എന്റെ അറിവില്ല. ഞാനിവിടെ വന്ന പല കേന്ദ്രങ്ങളിൽ നിന്നും പല കിഡ്നി ഡയാലിസിസ് പേഷ്യൻസും സ്വകാര്യമായി വന്ന് കണ്ട് അവസ്ഥകൾ വിവരിച്ചു, സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ഇത്തരത്തിൽ പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ചെല്ലുമ്പോൾ കാണുമ്പോഴാണ് ഇത്ര വലിയ അവസ്ഥ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പരിശോധിക്കുന്നത്. ഞങ്ങൾ സർവേ നടത്തി. 1000 ചില്ലാനം ആളുകളുണ്ട്. 3 മെഷീനുകളാണ് ഈ സർക്കാർ ആശുപത്രിയിൽ ഫറൂഖിലുള്ളത്. 61 മെഷീനുണ്ട് നിലമ്പൂർ 2 സർക്കാർ ആശുപത്രികളിലായി. ഇത്രയും സ്വാധീനമുള്ള സൂപ്പർ മുഖ്യമന്ത്രി ഈ നാട്ടിലെ എല്ലാ വ്യാപാരികളുമായും വ്യവസായികളുമായും സൗഹൃദമുണ്ടാക്കിയ മന്ത്രി എന്റെ ഒരു മുതലാളിയോട് ഒരു മെഷീനെങ്കിലും എന്റെ പാവപ്പെട്ട ജനങ്ങൾക്ക് നിങ്ങൾ നൽകണം, ഡയാലിസിസ് പേഷ്യൻസ് ഉണ്ട് എന്ന് പറയാൻ എന്തുകൊണ്ട് അദ്ദേഹം തയ്യാറായി? അരപ്പട്ടണിക്കാരാണ് നിലമ്പൂർക്കാർ. ഈ 61 മെഷീനില് 20 മെഷീൻ മാത്രമാണ് MLA ഫണ്ടിൽ നിന്ന് ഞാൻ നൽകിയത്. ബാക്കി വരുന്ന 21 മെഷീനുകളും നാട്ടിലെ നല്ലവരായ ജനങ്ങൾ നൽകിയതാണ്, വ്യാപാരികൾ നൽകിയതാണ്. 2 മെഷീൻ ചെയ്ത വലിയ മഹാമനസ്കരുണ്ട്. 1 മെഷീൻ തന്നവരുണ്ട്, അര മെഷീൻ തന്നവരുണ്ട്, 1/4 മെഷീൻ തന്നവരുണ്ട്, 10 ആള് ചേർന്ന് 1 മെഷീൻ വാങ്ങി തന്നവരുണ്ട്. അങ്ങനെ പലരിൽ നിന്നായി കളക്ട് ചെയ്തിട്ടാണ് ഈ സർക്കാർ ആശുപത്രികളിൽ ഇത് കൊണ്ടുവച്ചത്. സർക്കാരിന് ഒരു പൈസക്ക് ചെലവില്ലാതെ ജനങ്ങളിൽ നിന്ന് തന്നെ പിരിവെടുത്ത് 3/4 പങ്കും ഈ പ്രവർത്തനം അവിടെ നടത്തി വരികയാണ്. ഇത്രയും സ്വാധീനമുള്ള ഒരു മന്ത്രി 1 മെഷീനെങ്കിലും ഈ പാവപ്പെട്ട മനുഷ്യർക്ക്, ഡയാലിസിസ് എന്ന് പറയുന്ന കിഡ്നി രോഗം നമുക്കാർക്കും കണക്കാക്കാൻ കഴിയുന്ന രീതിയിലല്ല കടന്നു വരുന്നത്. അത്യാവശ്യം ഗൾഫിലൊക്കെ പോയി തിരിച്ചു വന്ന് മാന്യമായി ജീവിക്കുന്ന, ബാങ്കിൽ അത്യാവശ്യം പൈസ ഉണ്ട്, ചെറിയൊരു വാടക കിട്ടാനുണ്ട്, മാന്യമായി ജീവിക്കുന്ന ഒരാൾക്ക് പോലും ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് വീട് വിൽക്കുകയാണ്. ബാങ്കിലെ പണം കഴിഞ്ഞു, ആദ്യം വീടൊന്ന് പണയം വെക്കും, രണ്ടാമത് ആ പണയമെടുത്തുകൊണ്ട് വീട് വിൽക്കും. പബ്ലിക്കിൽ പിരിവ് നടത്താൻ അവരുടെ ജീവിത ചുറ്റുപാടുകൾ സമ്മതിക്കില്ല. പള്ളി കമ്മിറ്റിയോട് സ്വകാര്യം പറയും. പള്ളി കമ്മിറ്റി സ്വകാര്യമായി പ്രദേശത്തെ പ്രമാണിമാരോട് പറഞ്ഞ് പണം കളക്ട് ചെയ്യും. അതും കഴിയും. പിന്നീട് അടുത്ത സ്റ്റെപ്പ് കമ്മിറ്റി ഉണ്ടാക്കും, നാടാകെ പിരിവെടുക്കും. അതും കഴിയും. പിന്നീട് ചെറുപ്പക്കാർ റോഡിൽ വാഹനങ്ങൾ കൈകാട്ടി നിർത്തി ബക്കറ്റ് പിരിവ് നടത്തും. കാണുകയാണ് നമ്മൾ. എത്ര മാന്യമായി ജീവിച്ചവർ ഒരു ഗതിയുമില്ലാത്ത അവസ്ഥയിലേക്ക് ഈ നാട്ടിൽ നിന്ന് ഈ അവസ്ഥയെത്തുമ്പോൾ പോലും ഇതിനു നേരെ കണ്ണു തുറക്കാൻ പോലും ഈ പറയുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ഇന്നുവരെ തയ്യാറായിട്ടില്ല. ജനകീയമായ ഒരു വിഷയങ്ങളും ഇടപെട്ടിട്ടില്ല. ഗവൺമെന്റ് സ്കൂളുകൾക്ക് കുട്ടികൾക്ക് പോകാൻ സർക്കാരിന്റെ വകയായിട്ടൊരു വാഹനം പോലും ഇന്നുവരെ നൽകിയിട്ടില്ല. നിലമ്പൂരിലെ എല്ലാ ഗവൺമെന്റ് സ്കൂളുകൾക്കും MLA ഫണ്ടിൽ നിന്ന് 23 ബസ്സുകൾ നമ്മൾ നൽകിയപ്പോ ഈ നാട്ടിലെ കടലോര മക്കളുടെ കുട്ടികൾക്കൊന്നും വിദ്യാലയങ്ങളിലേക്ക് പോകാൻ ഒരു ഓട്ടോറിക്ഷ പോലും വാങ്ങിക്കൊടുക്കാത്തവരാണ് ഈ നാട് ഭരിക്കുന്നവർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളുടെ തിരഞ്ഞെടുപ്പിലേക്ക് കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവர்கள் ഇങ്ങോട്ട് കടന്നു വരികയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹം നമുക്ക് വോട്ടഭ്യർത്ഥിക്കാൻ വരികയാണ്. അഭിവാദ്യങ്ങൾ
അപ്പൊ ഞാൻ പ്രസംഗം തീർക്കുകയാണ്. നമ്മുടെ ചിഹ്നം എല്ലാവർക്കും അറിയാം, ഗ്യാസ് സിലിണ്ടറാണ്. പോളിംഗ് മെഷീനിലെ 6ാമത്തെ ചിഹ്നമാണ്. കൃത്യമായി കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വോട്ട് ചെയ്യാൻ അയൽവാസികളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ആവശ്യപ്പെടണം. കൈവിട്ടു പോകരുത്. കഷ്ടി 10 മിനിറ്റാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാനുള്ളത്. ഒരു നിമിഷം പോലും കളയാതെ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അവരുകളെ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ, പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി, എനിക്കേറെ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ ശ്രീ PV അൻവർ, ബഹുമാന്യരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നമ്മൾ ഒരു മഹായുദ്ധത്തിന് നടുവിൽ നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ ഈ യുദ്ധം ജയിക്കുക തന്നെ ചെയ്യും. ഈ 10 വർഷക്കാലത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് നമ്മളൊരു പുതിയ യുഗത്തിന് തുടക്കമിടും. ഈ കേരളം ഈ സർക്കാരിനെതിരായി നമ്മൾ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന കുറ്റപത്രം കേരളത്തിലെ ജനങ്ങൾ അവരുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന സുദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏപ്രിൽ 9-ാം തീയതി പോളിംഗ് ബൂത്തിലെത്തി കേരളത്തിലെ ജനങ്ങൾ അവർക്ക് ശിക്ഷ വിധിക്കും. അവർ ഈ കേരളത്തെ തകർത്തു തരിപ്പണമാക്കി. അവർ ഈ കേരളത്തെ കുട്ടിച്ചോറാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ചവിട്ടിത്താഴ്ത്തി. ആരോഗ്യ കേരളത്തെ വെന്റിലേറ്ററിലാക്കി. ഉന്നത വിദ്യാഭ്യാസ രംഗം കുളമാക്കി. കാർഷിക മേഖല തകർത്തു. മലയോരത്ത് സങ്കടങ്ങൾ, തീരപ്രദേശത്ത് വറുതിയാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക്, കുട്ടികൾക്ക് ഈ ഗ്രാൻസ് പോലും വൈകിപ്പിക്കുന്ന സർക്കാരാണ്. നിരവധി ക്ഷേമനിധികൾ തകർന്നു. തൊഴിലാളികൾ സങ്കടത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനമാണ് കേരളം. എവിടെ സർക്കാർ? എവിടെ? കമന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാർ. ശബരിമല അയ്യപ്പന്റെ സ്വർണം കവർന്നതിന് 3 CPM നേതാക്കന്മാർ ജയിലിലായിരുന്നു. അയ്യപ്പന്റെ മുമ്പിലുള്ള ദ്വാരപാലക ശില്പം കൊണ്ടുപോയി കോടീശ്വരന് വിറ്റ് കോടികൾ സമ്പാദിച്ച CPM നേതാക്കൾ. അവർക്കെതിരായി ഒരു അച്ചടക്ക നടപടിയെടുക്കാൻ പോലും ധൈര്യമില്ലാത്തൊരു മുഖ്യമന്ത്രി. അച്ചടക്ക നടപടിയെടുത്താൽ അവരെ പേടിയാണ്. അവര് പല നേതാക്കന്മാരുടെയും പേര് പറയും, മന്ത്രിമാരുടെ ഉൾപ്പെടെ. അതാണ് കൊള്ളക്കാരുടെ സർക്കാർ, കവർച്ചക്കാരുടെ സർക്കാർ. കോവിഡ് കാലത്ത് പോലും കാലാവധി കഴിഞ്ഞ മരുന്ന് ആശുപത്രികളിൽ വിതരണം നടത്തി 80% കമ്മീഷൻ അടിച്ച സർക്കാർ. ഇപ്പൊ CAG റിപ്പോർട്ടും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ റിപ്പോർട്ടും വരുന്നു. കോടികളാണ് 2 സർക്കാരിന്റെ കാലത്ത് കാലാവധി കഴിഞ്ഞ മരുന്ന് കൊടുത്ത് സമ്പാദിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്താ സ്ഥിതി? ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു? അതിനൊരു മാറ്റമുണ്ടാകും. അതാണ് നമ്മൾ പറയുന്നത്. ആ മാറ്റമാണ് കേരളത്തിൽ വരാൻ പോകുന്നത്. ഇപ്പൊ മുഖ്യമന്ത്രി എന്നെ സംവാദത്തിന് വിളിച്ചു. ഞാനത് ത്രില്ലായിപ്പോയി. ഞാൻ 10 മിനിറ്റ് 15 മിനിറ്റിനകം അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം പറയുന്ന സ്ഥലത്ത്, അദ്ദേഹം പറയുന്ന സമയത്ത്, അദ്ദേഹം പറയുന്ന വിഷയത്തിൽ സംവദിക്കാൻ വരാം. എന്റെ അന്വരെ ഞാൻ ഇന്ന് രാത്രി പറഞ്ഞിട്ടില്ല. കാരണം ആവേശത്തിലായിരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോ മുഖ്യമന്ത്രി പിന്മാറി. എനിക്ക് നിരാശയായി. മുഖ്യമന്ത്രി പറയാ ഫേസ്ബുക്കിലെ പ്രശ്നം എന്താ അറിയാം, നേരിട്ട് മറുപടി പറയണ്ടേ. ഇവിടെ വെച്ച് മറുപടി പറയണ്ടേ. ഞാൻ കുറെ കാര്യങ്ങൾ പറയാം. നിറച്ച് ബോർഡ് വെച്ചിരിക്കുകയാണ് കേരളത്തിൽ. നമ്മുടെ കാശ് PRDയുടെ പൈസ. എന്നിട്ട് അതിൽ പറയാണ് 5 ലക്ഷം വീട് വെച്ചു ലൈഫ്. ഞാൻ ചോദിച്ചു എത്ര കൊല്ലം കൊണ്ടാ? 10 കൊല്ലം കൊണ്ട്. അപ്പൊ ഉമ്മൻചാണ്ടി സർക്കാരോ 5 കൊല്ലം കൊണ്ട് വെച്ചത് 4,43,000 വീട്.
അത് പൂർത്തിയാക്കിയത് 50,000 വീട് തുടങ്ങി വെച്ചു. ഇവരെന്ത് ചെയ്ത് ആ 50,000 ഇവരെ കൂട്ടച്ചത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവര് 10 കൊല്ലം കൊണ്ട് പണിതത് 4.5 ലക്ഷം വീട്. നമ്മൾ 5 കൊല്ലം കൊണ്ട് പണിതത് 5 ലക്ഷം വീട്. അപ്പൊ മുഖ്യമന്ത്രി പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ പറയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4,000 വീട് വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് എഴുതി കൊടുക്കുന്നത് ആരോ പുള്ളിയുടെ ശത്രുക്കളാകണ്ടാണ് ഓഫീസിൽ. നിങ്ങൾ ആരെങ്കിലും വിട്ടാണെന്ന് എനിക്ക് സംശയം. നിങ്ങളെ എനിക്ക് സംശയം. നിങ്ങൾ ആരോ വിട്ട് പുള്ളിക്കിട്ട് പണി കൊടുക്കാൻ ആരോ വിട്ടാണ്. അല്ലെങ്കിൽ നമ്മളെ പോലെ ആളുകൾ പറയുന്നത് ഞാൻ എന്ത് ചെയ്തു, അന്ന് തന്നെ പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ 2 അംഗങ്ങൾ അന്നത്തെ ജലീലും കെ.ടി. ജലീലും A.K. ബാലനും നിയമസഭയിൽ ഞങ്ങൾക്ക് തന്ന മറുപടി ഹാജരാക്കി. എന്താ മറുപടി? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2011 തൊട്ട് 16 വരെ 4,43,000 വീട് വെച്ചു. 50,000 വീടിന്റെ പണി തുടങ്ങി. പിന്നെ മിണ്ടിയിട്ടില്ല. ഫേസ്ബുക്കിൽ ഒറ്റ ഓട്ടമാണ് പിന്നെ കിട്ടിയിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞത്? നമുക്ക് വെൽഫെയർ പാർട്ടി പിന്തുണ കൊടുത്തപ്പോ പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചു. എന്താ കഥ? അപ്പൊ ഞാൻ ചോദിച്ചു, 4 പതിറ്റാണ്ട് കാലം ഈ വെൽഫെയർ പാർട്ടിയുടെ മാതൃസംഘടനയായ ജമാഅത്ത് ഇസ്ലാമി നിങ്ങളുടെ കൂടെ അല്ലായിരുന്നോ? ജമാഅത്ത് ഇസ്ലാമിയായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഹാജരാക്കി. പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന പിണറായി വിജയൻ പറയുക, ജമാഅത്ത് ഇസ്ലാമി ഞങ്ങൾക്ക് പിന്തുണ നൽകി, ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു, അതൊരു മതേതര പ്രസ്ഥാനമാണ്. ആരാ കള്ളം പറഞ്ഞത്? അപ്പോ ഒരു ബന്ധമില്ലെന്ന് പിറ്റേ ദിവസം മാറ്റി പറഞ്ഞില്ലേ? ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് ഹാജരാക്കിയപ്പോ വേറെ ദിവസം പറയുന്നു, പ്രതിപക്ഷ നേതാവ് പറയുന്നു ഞങ്ങൾക്ക് RSS ആയിട്ട് ഡീലാണ്, ഒരു കാലത്തും RSS ആയിട്ട് ബന്ധമുണ്ടായിട്ടില്ല, എന്നെ കൊല്ലാൻ നടക്കുകയായിരുന്നവര്. എവിടെയാ? അപ്പൊ ഞാൻ ജോണി ലൂക്കോസ്, മനോരമ ന്യൂസിന്റെ ജോണി ലൂക്കോസുമായി മുഖ്യമന്ത്രി നടത്തിയ ഇന്റർവ്യൂ പുറത്തുവിട്ടു. അതിൽ പറയാണ് RSSുമായി ചില കാലങ്ങളിൽ ഞങ്ങൾ കൂട്ടുകൂടിയിട്ടുണ്ട്, ചില കാലങ്ങളിൽ കൂടിയിട്ടില്ല. അതാണ് അവസരവാദം എന്ന് പറയുന്നത്. ഞാൻ മുഖ്യമന്ത്രിയോട് അല്ലല്ലോ നിയമസഭയിൽ മുഖത്ത് നോക്കി ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ 1-ാം നമ്പർ കാർ ഉപേക്ഷിച്ചു വേറൊരു കാറിൽ കയറി മസ്കറ്റ് ഹോട്ടലിൽ വന്ന് അടച്ചിട്ട മുറിയിൽ വെച്ച് നിങ്ങൾ കേരളത്തിലെ RSS നേതാക്കളുമായി ചർച്ച നടത്തിയില്ലേ? മിണ്ടാട്ടോ ഇല്ല, താഴേക്ക് നോക്കിയിരുന്നു. 1977 പഴയ ജനസംഘത്തിന്റെ RSSന്റെ പിന്തുണയോടുകൂടി നിയമസഭയിൽ ജയിച്ചു വന്ന ആളാരാ? പിണറായി വിജയൻ. എന്റെ ഒരു വേറെ സാധനമുണ്ട്, നിങ്ങൾ ഞെട്ടും. 1977 മാർച്ച് 4-ാം തീയതി ദേശാഭിമാനി പത്രം, ദേശാഭിമാനി പോലും ഉണ്ടാവില്ല. എന്റെ എഴുതിയെടുക്കുന്നറിയാം ആർട്ടിക്കിൾ. ജനസംഘം, അതായത് BJPയുടെ പഴയ രൂപം. ജനസംഘം ഒരു മതേതര പ്രസ്ഥാനമാണ്. ദേശാഭിമാനി അവര് ന്യൂനപക്ഷങ്ങൾക്കെതിരല്ല, അവര് വർഗീയ കക്ഷിയാണെന്നും ന്യൂനപക്ഷങ്ങൾക്കെതിരാണെന്നും ഈ കോൺഗ്രസ്സുകാർ അവരുടെ തലയിൽ കെട്ടിവെക്കുന്നതാണ്. അതായത് ജനസംഘത്തിന് വൈറ്റ് വാഷ് ചെയ്യുക. ആര്? CPM. 77 എല്ലാം ഉണ്ട് ഞങ്ങളുടെ കയ്യില്, എല്ലാം. അപ്പൊ ആരാ നുണ പറഞ്ഞത്? RSSന്റെ കാര്യത്തിൽ, ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യത്തിൽ ആരാ നുണ പറഞ്ഞത്? 2013 ആരാ? ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അംഗമാണ്. ഒരു കേസുണ്ടായി. അപ്പൊ പിണറായി വിജയൻ പറഞ്ഞു ചവിട്ടി പുറത്താക്കണം ഗണേഷ് കുമാറിനെ. ഉമ്മൻചാണ്ടി ചവിട്ടി പുറത്താക്കിയില്ല, വിളിച്ചു വന്ന് രാജിക്കത്ത് എഴുതി മേടിച്ചു. ആ ചവിട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞ ഗണേഷ് ഇപ്പോ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ ഇരിക്കുക. എന്തുവാണ് ഇത്? എന്നിട്ട് അതിനേക്കാൾ വലിയ കുഴപ്പം പിടിച്ചൊരു കേസിൽ പെട്ടു ഈ കഴിഞ്ഞ മാസം. അപ്പൊ ഞാൻ രാവിലെ നോക്കിയിരിക്കുകയാണ്, പിണറായി വിജയൻ ഇയാളെ ചവിട്ടി പുറത്താക്കണതാണ്. അപ്പൊ പറയാ കുടുംബ പ്രശ്നമാണ്. അപ്പൊ ഇദ്ദേഹത്തെ ഇരട്ടച്ചങ്കെന്ന് വിളിക്കുന്നു, അല്ല ഇരട്ടത്താപ്പ് കാണിക്കുന്ന ആളെ ഇരട്ടത്താപ്പെന്ന് വിളിക്കണം. ഏതാ വേണ്ടത്? പിന്നെ ഒരു ഗോവിന്ദനുണ്ട്, എന്റെ അമ്മോ, രാവിലെ വന്ന് പറഞ്ഞു തുടങ്ങി നുണ പറഞ്ഞു. ഇനി നുണ, ഞാനതാണ് പിണറായി വിജയൻ നുണറായി എന്ന് പേരിട്ടത്. നുണറായി എന്തൊരു നുണ പറയുന്നത്? MP ഗോവിന്ദൻ, നമ്മുടെ PP ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സംസാരം കൊണ്ട് മനം നൊന്തൊരാൾ ആത്മഹത്യ ചെയ്തു, നവീൻ ബാബു. ഗോവിന്ദന്റെ അൻവര് രാവിലെ പത്തനംതിട്ടയിൽ നവീൻ ബാബുവിന്റെ വീട്ടിൽ ചെന്ന് ഭാര്യയോടും കുടുംബങ്ങളോടും പറഞ്ഞു, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ. എനിക്ക് തന്നെ കണ്ണീര് വന്നു ഇത് കണ്ടിട്ട്, ഈ സ്നേഹം കണ്ടിട്ട് അവരോട്. പിറ്റേ ദിവസം ഈ PP ലീവ് ഇതിലെ പ്രതി ജയിലിൽ നിന്ന് ഇറങ്ങി. അപ്പോ നവീൻ ബാബുവിന്റെ കൂടെയാണെന്ന് പറഞ്ഞ ഗോവിന്ദൻ എന്ത് ചെയ്തു? ഭാര്യയെ പറഞ്ഞു വിട്ടു ജയിലിൽ. ഭാര്യ പോയിട്ട് PK ശ്യാമള പോയിട്ട് രക്തഹാരം അണിയിച്ചു. ആരെ? PP ദിവ്യൻ. അതോട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. ഭർത്താവ് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ കൂടെ, ഭാര്യ PP. എന്തു പാർട്ടിയാണോ നിങ്ങളുടെ പാർട്ടി? നാണമില്ല നിങ്ങൾ, നാണമുണ്ടോ നിങ്ങൾക്ക്? ഇതുപോലത്തെ ഒരു പാർട്ടി കളവല്ലാതെ പറയില്ല, വായെടുത്ത് കഴിഞ്ഞാൽ കളവല്ലാതെ പറയില്ല.
ഇപ്പൊ എന്താണ് 4 വോട്ടിന് വേണ്ടി രാഷ്ട്രീയ ചെക്കത്തരം കാണിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴാ SDPI ഉണ്ട്, BDP ഉണ്ട്, RSS ഉണ്ട്, എല്ലാവരും ഉണ്ട് കൂടെ. പക്ഷെ ഞാൻ പറഞ്ഞു ഭാഷാ പണ്ഡിതനുള്ള അവാർഡ് കൊടുക്കണം മുഖ്യമന്ത്രി. എത്ര മനോഹരമായ വാക്കുകളാണ് മലയാള ഭാഷയ്ക്ക് സംഭാവന ചെയ്തത് അല്ലെ. നികൃഷ്ട ജീവി, കുലംകുത്തി, പരനാറി, പരമനാറി, പരമചെറ്റ, എത്ര വാക്കുകളാ ഭാഷാ പണ്ഡിതനുള്ള അവാർഡ് കൊടുക്കണം. ഇവരൊക്കെല്ലാം ഈ ദുർഭരണം അവസാനിപ്പിച്ച്, ഈ കൊള്ളക്കാരുടെ ഭരണം അവസാനിപ്പിച്ച് കേരളത്തിൽ ഒരു പുതിയ ഭരണമുണ്ടാകും. ഈ നാടിന് മാറ്റമുണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങൾ, അവർ ജീവിക്കുന്ന കേരളം മതേതര കേരളം. അവിടെ അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ച്, നല്ല ജോലി കിട്ടി, നല്ല തൊഴിൽ കിട്ടി, നല്ല രീതിയിൽ ജീവിത നിലവാരം ഉയർത്തി ഈ കേരളത്തെ നമ്മൾ മാറ്റും. ഞാൻ നിങ്ങളോട് ഈ സർവേക്ക് പോയി പല കൊട്ടല് ചവറ്റുകൊട്ടിൽ എറിയാൻ പറഞ്ഞ സർവേ ഷാഫി പറമ്പിൽ നോക്കുമെന്ന് പറഞ്ഞ സർവേക്കാരാ 1.25 ലക്ഷം ജയിച്ചത്. കേസ് 1000 നോക്കുമെന്ന് പറഞ്ഞു 1 ലക്ഷം വോട്ടിനാണ് ജയിച്ചത്. 3ാം സ്ഥാനത്ത് പോകുമെന്ന് പറഞ്ഞു ശ്രീകണ്ഠൻ. 85,000 വോട്ടിന് പാർലമെന്റിൽ ഇരിക്കുക. ജനങ്ങളുടെ സർവേ ഉണ്ട്. ആ സർവേ ഞാൻ പറയട്ടെ, 100-ലധികം സീറ്റുമായി നമ്മുടെ ടീം UDF അധികാരത്തിലേക്ക് വരും. ബേപ്പൂരിൽ നിന്ന് ബേപ്പൂരിലെ സുൽത്താനായി നമ്മുടെ PV അൻവർ നിയമസഭയിലേക്ക് വരും. വെറും MLA ആയിട്ടായിരിക്കില്ല വരുന്നത്. മനസ്സിലായല്ലോ? നല്ല ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണം, നല്ല ഭൂരിപക്ഷം. അതിന് അങ്ങനെ ജയിപ്പിച്ചാൽ ബേപ്പൂരിലൊരു സമ്മാനം ഉണ്ടാകും. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി വിശ്രമമില്ലാതെ പ്രവർത്തിക്കുക, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുക. ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി. ചടങ്ങ് അവസാനിപ്പിക്കുന്നു. എടുക്കണ വീഡിയോ ഒരു ഫോട്ടോ